ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു കണ്ണൂരിലെ തനി നാടൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി കണ്ണൂരിലുള്ള ഒരു ഉമ്മാമയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മുളകൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലായതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതലായി നല്ലത്. ചിക്കൻ മുഴുവനായും എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന മുളകിൻ്റെ വെള്ളം മാറ്റി വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുവാനുള്ളതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിരിച്ചും മറിച്ചുമിട്ട് നല്ലപോലെ ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഫ്രൈ ചെയ്ത ഓയിൽ കൂടുതലായി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് അതിൽ വഴറ്റാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എനിക്കിവിടെ കൂടുതലായി ഓയിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കാതെ തന്നെ അതിലേക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. 1-2 മുഴുവനായും വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ നേരെ പകുതി ഇഞ്ചിയും 1 പച്ചമുളകുമാണ് ചേർത്ത് വഴറ്റുന്നത്. ഇത് നല്ലതുപോലെ വഴന്നു വന്നാൽ ഇതിലേക്ക് കുറച്ച് കൂടുതലായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ചിക്കൻ വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി കൂടുതലായി ഉണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടിയും അല്ലാതെ ഡ്രൈ ആയിട്ടും ഇത് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം കുറച്ച് മാത്രമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരം കുറച്ച് മല്ലിയില കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇറക്കി വെക്കാം. നല്ല ടേസ്റ്റി നാടൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ്, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള വ്യത്യസ്തവും ഈസിയുമായ ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.